ഹലോ ഡിയേഴ്സ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ആ പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു അല്ലേ? ഒരുപാട് പുതിയ പുതിയ തീരുമാനങ്ങൾ, ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്ത് ഈ ഒരു വർഷം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് എല്ലാവരും ഡിസൈഡ് ചെയ്തിരിക്കുന്ന സമയമാണ്. ഇപ്പം നിങ്ങൾക്ക് ഓരോ ഏരിയയിലും എല്ലാവരും ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഹെൽത്തിൽ, വെൽത്തിൽ, കരിയറിൽ, ബിസിനസ്സിൽ, റിലേഷൻഷിപ്പിൽ, അങ്ങനെ ഓരോ മേഖലകളിലും നിങ്ങൾ നിങ്ങളുടെ റെസൊല്യൂഷൻ എടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ ശരിക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ശരിക്കും നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ടും എടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ അതിലേക്ക് എത്തിച്ചേരാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ പകുതി വഴിക്ക് നിർത്തിയിട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വളരെ സാവകാശം ഇങ്ങനെ പോയി എത്തിയില്ല എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോൾ പലരും എന്ത് ചെയ്യുന്നു, അവരുടെ ലക്ഷ്യത്തിലേക്ക്, അവരുടെ ഗോളിലേക്കൊക്കെ എത്തിച്ചേരാറുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എന്തായിരിക്കും യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ശരിക്കും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലേക്കും, നമ്മളുടെ ആ റെസൊല്യൂഷനിലേക്ക് എത്താൻ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇമോഷൻസിലേക്ക് തന്നെയാണ്. പലപ്പോഴും നമ്മളെ പിറകിലേക്ക് വലിക്കുന്നത്, നമ്മളുടെ പാതയെ പകുതി വഴിക്ക് ഇട്ടിട്ട് പോകാനായിട്ട് നമ്മളെ കാരണമായി തീരുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. പലപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസിനെ തന്നെയാണ്. ആ ഇമോഷൻസിനെ ഹീൽ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര സുഗമമാവുന്നത്. നമ്മൾ പലർക്കും അറിയില്ല ശരിക്കും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഇമോഷൻസ് ആണ് ഉള്ളത്, എന്തൊക്കെ ഇമോഷൻസ് നമ്മളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് പോലും നമുക്കറിയില്ല. യൂണിവേഴ്സിന്റെ ആ ഒരു ഇമോഷൻ എന്താണ്, അത് ഏത് വൈബ്രേഷനിലാണ് നിൽക്കുന്നതെന്നും നമുക്കറിയില്ല. പലപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യാറുള്ള കാര്യം നമുക്ക് അനുകൂലമല്ലാത്ത ഇമോഷൻസിനെ ഒരുപാട് നമ്മളിലേക്ക് എടുക്കുന്നു. നമുക്ക് അനുകൂലമല്ലാത്ത ഒരുപാട് ഇമോഷൻസ് നമ്മൾ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഈ ഇമോഷൻസിനെ റിലീസ് ചെയ്ത് ഹീൽ ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് മാറ്റം ഉണ്ടാകുന്നതും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതും. ഇമോഷൻസിന് അത്രയേറെ പ്രാധാന്യം ഉണ്ടോ എന്ന് ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെ ലൈഫിനെ വാച്ച് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ലൈഫിനെ വാച്ച് ചെയ്തപ്പോഴും, അതുപോലെ എന്നിലേക്ക് കടന്നു വന്നവരുടെ ലൈഫിലേക്ക് അവരുടെ ഇമോഷൻസിനെ വാച്ച് ചെയ്തപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. നമുക്ക് അനുകൂലമല്ലാത്ത ഇമോഷൻസ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോൾഡ് ബാക്ക് ചെയ്യുന്നു. നമുക്കറിയില്ല, അത് നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസ് മോശമാകുന്നു, നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് മോശമാകുന്നു, നമ്മളെ ഓവർ തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. പല കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. പലതും നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്നത് കൊണ്ട്, പലതും നമ്മളെ ഇമോഷൻസിനെ ബേസ് ചെയ്ത് നമ്മൾ എടുക്കുന്നത് കൊണ്ട് നമ്മൾ വളരെ വലിയ ചലഞ്ചിലേക്കാണ് പോകുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് സങ്കടത്തിൽ നിൽക്കുമ്പോഴും ഒരുപാട് ഹാപ്പിനെസ്സിൽ നിൽക്കുമ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല എന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ശരിക്കും നമ്മൾ സന്തോഷകരമായ നിമിഷത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സങ്കടകരമായ നിമിഷങ്ങളുള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ആങ്കർ, ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ പല ഡിസിഷൻസും എടുക്കാറുണ്ട്. ഇങ്ങനെ എടുക്കുന്ന ഡിസിഷൻസ് എന്താ സംഭവിക്കുക? അത് ഓൺലി ബേസ്ഡ് ഓൺ ഇമോഷൻ. വളരെ ഹാപ്പിനെസ്സിൽ നിൽക്കുമ്പോൾ, നമ്മൾ വളരെ സന്തോഷപൂർവ്വം നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആ ഹാപ്പിനെസ്സിനെ ബേസ് ചെയ്ത് ഉള്ളതാണ്. അതൊരിക്കലും ശരിക്കും നമുക്ക് വേണ്ട ഡിസിഷൻ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ വളരെ സങ്കടത്തിലും ദേഷ്യത്തിലും ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷനും ആ ഇമോഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതും വളരെ കറക്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിർബന്ധം ഇല്ലെന്നല്ല, അത് ഒരിക്കലും കറക്റ്റ് ആവില്ല. ശരിക്കും നമ്മൾ ന്യൂട്രലായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മളൊരു ഡിസിഷനിലേക്ക് പോകേണ്ടത്. അത് ശരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇമോഷൻസിന്.
പല ഇമോഷൻസും നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ലൈഫിൽ അപ്രതീക്ഷിതമായ നമുക്ക് റിലേഷൻഷിപ്പ് ചലഞ്ച് ഉണ്ടാകുന്നത്, നമ്മുടെ കരിയറിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്, നമ്മുടെ ബിസിനസ് തകർന്നു പോകുന്നത്, നമ്മുടെ മണി നമുക്ക് ഒരുപാട് ചലഞ്ചസ് തരുന്നത് ഒക്കെ നമ്മുടെ ഇമോഷണൽ ബ്ലോക്ക് കൊണ്ടാണ്. പല ഇമോഷൻസും നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഇമോഷൻസിനെ റിലീസ് ചെയ്ത് ഹീല് ചെയ്യുക എന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ അറിയാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ ആ ഒരു ലൈഫ് എന്താ പറയുക, ഒരു മാറ്റം തുടങ്ങുകയാണ് അവിടെ ചെയ്യുന്നത്. പലപ്പോഴും നമുക്കറിയില്ല, എനിക്ക് ഈ ഒരു കാര്യം നടക്കുമ്പോൾ എനിക്ക് സങ്കടമാണോ ഉണ്ടാകുന്നത്, എനിക്ക് സന്തോഷമാണോ ഉണ്ടാകുന്നത്, എനിക്ക് ദേഷ്യമാണോ ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ഒരുപാട് അതിനകത്തിലേക്ക് ഫോക്കസ്ഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യും. ശരിക്കും നമുക്ക് വേണ്ടത് അനുകൂലമല്ലാത്ത ഇമോഷൻസിനെ നമ്മൾ റിലീസ് ചെയ്യുക, അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക. ഇപ്പൊ വളരെ പെയിനായിട്ട് നിൽക്കുന്ന ഒരാൾ, ആ പെയിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. എന്തിലേക്കാണോ നമുക്ക് പെയിനെ നമുക്ക് പീസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം, നമുക്ക് വേണ്ടതിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ തന്നെ എന്ത് ഇമോഷനിലാണ് നമ്മളെ നിൽക്കുന്നതെന്ന് അറിയണ്ടേ. അതുപോലെ ഈ ഇമോഷൻസ് ഒക്കെ ഏതൊക്കെ തരത്തിലുള്ള ചലഞ്ചസ് ആണ് നമ്മുടെ ലൈഫിൽ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഒക്കെ നമ്മളിൽ സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേ. എങ്കിലാണല്ലോ നമുക്കതിനെ ഹീൽ ചെയ്യണം, റിലീസ് ചെയ്യണം എന്ന് തോന്നുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഇമോഷൻസ് ഇങ്ങനെ വന്നു പോകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഹാർട്ടിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് സ്ട്രെസ് ആയിരുന്നു, നിങ്ങൾ ഇമോഷനെ സപ്രസ് ചെയ്യാറുണ്ടോ? അപ്പൊ പലപ്പോഴും നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള നമ്മളുടെ ചലഞ്ചസിന് കാരണം, പല രോഗങ്ങൾക്കും കാരണം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന നമ്മുടെ ഇമോഷൻസ് ആണ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന പല ഇമോഷൻസുമാണ് നമ്മുടെ പല രോഗങ്ങൾക്കും കാരണം. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചലഞ്ചസുകളോ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ, ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അനുദിനം റിലേഷൻഷിപ്പുകൾ ചലഞ്ചസിലേക്കാണ് പോകുന്നത്. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളതാകാം, പാരൻസ് ഇപ്പം കുട്ടിയും അച്ഛനും തമ്മിലുള്ളതാകാം, കുട്ടിയും അമ്മയും തമ്മിലുള്ളതാകാം, ഫ്രണ്ട്സ് തമ്മിലുള്ളതാകാം. അങ്ങനെ നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും ഈ ഓപ്പൺ ആവാത്ത ഇമോഷൻസ്, സപ്രസ് ചെയ്ത് വെക്കുന്ന ഇമോഷൻസ് ഒരു വില്ലനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പലപ്പോഴും പല വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു കുട്ടി വളരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം എന്ന് പറയുന്ന അവരുടെ ഫാമിലിയിൽ അതിൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അച്ഛൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത്, അച്ഛൻ റിയാക്ട് ചെയ്യുവാണോ റെസ്പോണ്ട് ചെയ്യുവാണോ, അച്ഛൻ എങ്ങനെയാണ് അമ്മയോട് പെരുമാറുന്നത്, അച്ഛൻ എങ്ങനെയാണ് വീട്ടിലെ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അമ്മ എങ്ങനെയാണ് വീട്ടിലെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇതെല്ലാം ഒരു കുട്ടി നോക്കിക്കാണുന്നു എന്ന് മാത്രമല്ല, അത് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. അത് ആ കുട്ടി വളർന്ന് അവന്റെ അഡൽട്ട്ഹുഡ് ലൈഫിലേക്ക് വരുമ്പോൾ അവൻ എന്താണോ കുഞ്ഞിലെ കണ്ട് വളർന്ന കാര്യങ്ങൾ, അതായിരിക്കും അവനും ലൈഫിൽ പ്രാവർത്തികമാകുന്നത്. അപ്പോൾ വളരെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉള്ള, ഇമോഷൻസിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന, ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ വളർന്നു വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആളും ലൈഫിലേക്ക് പോകുമ്പോൾ അത് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഇനി മറിച്ച് ഉള്ള സിറ്റുവേഷനിൽ വളർന്നു വരുന്ന ഒരാളാണെങ്കിലോ അവരെന്താണ്, ആ പഠിക്കുന്ന കാര്യം തന്നെ ആയിരിക്കും അവൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത്. പലപ്പോഴും ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകൾക്കിടയിൽ സംഭവിക്കുന്ന ചലഞ്ചസ് ഇതാണ്. രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ രണ്ട് രീതിയിൽ ഇമോഷൻസിനെയും സാഹചര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് കണ്ടു വളർന്ന ആൾക്കാർ അവർ ഒരുമിച്ച് വരുമ്പോൾ ഓരോരുത്തരും കണ്ടത് എന്താണോ അതാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്, അതാണ് അവരവിടെ പ്രാവർത്തികമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ടും ചേരാത്ത രണ്ട് ഘടകങ്ങളായിട്ട് മാറും. അതൊരു ലൈഫ് ചലഞ്ചിലേക്ക് പോകും. ഈ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോകും. ഒരുപാട് ചലഞ്ചസുകൾ വരികയും ചെയ്യും. അപ്പോൾ ആ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനും ഇമോഷൻസിനെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനും നമുക്ക് കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. ഹെൽത്തിലും വെൽത്തിലും കരിയറിലും ബിസിനസ്സിലും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉയർച്ച കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ഈ ഒരു 2025 ഒരു ജേർണി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അവരുടെ എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഇമോഷൻസിനെ അവർ കണ്ടു, ഹീൽ ചെയ്തു, ട്രാൻസ്ഫോം ചെയ്തപ്പോൾ വളരെ അത്ഭുതകരമായ ചേഞ്ചസ് അവരുടെ ലൈഫിൽ ഉണ്ടായി എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. നമുക്കെന്തായാലും ചേഞ്ച് വരാൻ മാജിക്കൽ വേ ഒന്നുമില്ല. അങ്ങനെ ഒരു ഇതിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല. ശരിക്കും നമ്മളെ അറിഞ്ഞ് ഞാൻ എന്താണ്, എൻ്റെ ചിന്തകൾ എന്താണ്, എൻ്റെ പ്രവർത്തികൾ എന്താണ്, എൻ്റെ ഇമോഷൻസ് എന്താണ്, അതിൽ ഞാൻ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത്, ഇങ്ങനെ രീതിയിൽ പോകുമ്പോഴാണ്, അതിനെ അറിഞ്ഞ് ജേർണിയിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നത്. ആ ഇമോഷൻസിനെ ഹീൽ ചെയ്യുക എന്നുള്ളതായിരിക്കണം ശരിക്കും നമ്മളുടെ ഈ വർഷത്തെ ഒരു വലിയ മോട്ടീവ് എന്ന് പറയുന്നത്. ഇമോഷൻസിനെ ട്രാൻസ്ഫോം ചെയ്യുക. ഒരിക്കലും ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും സപ്രസ് ചെയ്ത് ശ്രമിച്ചാലും പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നമ്മൾ കൂടുതൽ ചലഞ്ചിലേക്ക് പോകും. സപ്രസ്ഡ് ഇമോഷൻസ് ഒരു ദിവസം പൊട്ടിത്തെറിക്കും. അവോയ്ഡ് ചെയ്ത ഇമോഷൻസും നമ്മളെ എന്ത് ചെയ്യും, ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ജസ്റ്റ് ലിസൺ ടു യുവർ സെൽഫ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. ഓരോ കാര്യങ്ങൾ നടക്കുമ്പം എന്ത് ഇമോഷനാണ് എന്നിൽ ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മളെ അറിയാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാനും സാധിക്കും. നമ്മുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്ത് പുതിയൊരു ലൈഫിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈ ഒരു വർഷം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും ഇമോഷണൽ ഹീലിംഗിലേക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് സാധിക്കും. നമ്മൾ തന്നെയാണ് അതിനൊരു തീരുമാനം എടുക്കേണ്ടത്. കാരണം നമ്മളെ അറിയാൻ നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ ഈ ലോകത്തിൽ ആർക്കും അതിന് കഴിയില്ല. നമ്മളിലൊരു ചേഞ്ച് വരുത്താനും ആർക്കും കഴിയില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ചേഞ്ചസ് സംഭവിക്കാത്തത്? ഒരു മോട്ടിവേഷൻ വീഡിയോ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അത് കുറച്ച് സമയം, ഏതാനും മണിക്കൂറുകളായിരിക്കും അതിൻ്റെ എഫക്റ്റ് നമ്മളെ നിൽക്കുക. വീണ്ടും നമ്മൾ പഴയതിലേക്ക് മടങ്ങും. വൈ ദിസ് ഹാപ്പൻസ്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും നമ്മൾ നമ്മുടെ ഇമോഷനെ അറിയുന്നില്ല എന്നുള്ളതാണ്. എന്താണ്, ഒരാൾ എന്നോട് എന്തെങ്കിലും സംസാരിച്ചു കഴിയുമ്പോൾ അവിടെ എനിക്കുണ്ടായ ഇമോഷൻ എന്താണ്? ദേഷ്യമാണോ വന്നത്? അതോ അയാളോടൊരു റിവഞ്ചാണോ വന്നത്? എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമാണ്, ആ ഇമോഷൻസിനെ ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് വളരെ വ്യക്തമായ ഒരു ചേഞ്ചിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഹെൽത്തിലായാലും വെൽത്തിലായാലും കരിയറിലായാലും ഫാമിലിയിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇമോഷൻസ് ആണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതിനെ അറിയുക, ഹീൽ ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക, മുന്നോട്ട് പോവുക. താങ്ക് യു.